ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മീഷോയിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് പാർട്ടി വെയർ ആണെന്ന് പറയാം. പാർട്ടി വെയർ കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ മാരേജ് സീസണൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതാ ഫസ്റ്റ് ഓഫ് ഓൾ കാണിക്കുന്നത് ഒരു മൾച്ചന്തേരി ഫാബ്രിക്കിലൊക്കെ വരുന്ന ഒരു ഫ്ലോറൽ പ്രിൻ്റഡൊക്കെ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഷൂട്ടാണ്. ഇത് വന്നിട്ട് ഇങ്ങനെ ഫ്ലോറൽ ഡിസൈനൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒരു പീച്ച് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്, ഒരു ലൈറ്റ് പീച്ച്. ഫ്ലോറൽ പ്രിൻറ്റിൽ എന്താ പറയുക, ഒരു സീക്വൻസ് ഡീറ്റെയിലിംഗ് ഒക്കെ പോകുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിലും ഇതുപോലെ തന്നെ പ്രിൻറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സൈഡിൽ സ്ലിറ്റാണ് വന്നിട്ടുള്ളത്. അതുപോലെ നല്ല ലൈനിങ് ഒക്കെ അറ്റാച്ച്ഡ് ആയിട്ട് നല്ലൊരു സ്യൂട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവിലും ഇതുപോലെ ഫ്ലോറൽ ഡിസൈന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നെക്ക് പോർഷനിലും നല്ല ത്രെഡ് വർക്കും സീക്വൻസൊക്കെ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് പോകുന്നത്. പിന്നെ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ്, ഒരു ഡാർക്ക് പീച്ച് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ബോട്ടത്തിന് താഴെയായിട്ട് ഇങ്ങനെ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഷോൾ വരുന്നത് പ്രിൻ്റഡ് ആയിട്ട് തന്നെയാണ്. ആ ഒരു ടോപ്പിൻ്റെ സെയിം ആ ഒരു ഡീറ്റെയിലിംഗ് ആണ് പോകുന്നത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു അനാർക്കലി മോഡലാണ് കേട്ടോ. ഇത് വന്നിട്ട് ഒരു ഒണിയൻ പിങ്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. നല്ലൊരു സെറ്റാണ് അതിൻ്റെ ഡിസൈനിൽ. അതുപോലെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലോ ആയിട്ട്. ഇതിൻ്റെ നെക്ക് പോർഷനിൽ ഇതുപോലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവാണ് കേട്ടോ, ഇതിൻ്റെ ഹൈലൈറ്റ് സ്ലീവിലാണ് ഇതിന് വർക്ക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് ആണ് പോകുന്നത്. സിമ്പിളായിട്ടുള്ളൊരു ഡീറ്റെയിലിംഗ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡും പ്ലെയിനാണ്. ഇതിൻ്റെ സ്ലീവിലാണ് നല്ല ഇതിൻ്റെ വർക്ക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ദുപ്പട്ടയും ഇതേ സെയിം ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. സിൽക്കാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് XL ആണ്. നമ്മുടെ ആക്ച്വൽ സൈസ് തന്നെ ചൂസ് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ്, സ്കാലപ്പ് ഡിസൈനോട് കൂടിയിട്ട് നല്ലൊരു എംബ്രോയ്ഡറി വർക്കൊക്കെ കൊടുത്തിട്ട് നല്ല ഓവറോൾ വർക്കാണ് ഇതിൻ്റെ. നല്ല ഒരു ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ഷോളും അതുപോലെ തന്നെ സ്ലീവും ആണ്. പിന്നെ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ സെയിം ഇത് മൂന്നും ഒരേ സെയിം മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് സ്റ്റൈൽ ചെയ്തിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നല്ലൊരു അനാർക്കലി, നല്ല ഫിറ്റിങ്സോട് കൂടി നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇഷ്ടമായിച്ചാൽ എന്തായാലും മസ്റ്റ് ബൈ ആണെന്നേ പറയുള്ളൂ. 10/10 കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു സെമി സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ആണ്. നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള വർക്ക്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇത് വന്നിട്ട് അൺസ്റ്റിച്ചഡ് ആണ് മെറ്റീരിയൽ. അതുപോലെ തന്നെ ഇതിൽ വർക്ക്സ് കൊടുത്തിട്ടുള്ള പേളിൻ്റെ അതുപോലെ തന്നെ സിൽവറിൻ്റെ ഒക്കെ ഡീറ്റെയിലിംഗ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു പക്ക ഒരു പാകിസ്ഥാനി പാർട്ടി വെയർ ആയിട്ട് നമുക്കിത് യൂസ് ആക്കാൻ പറ്റും. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് സോഫ്റ്റ് ഓർഗൻസയാണ്. അതുപോലെ തന്നെ സ്ലീവിൽ ലൈനിങ് ഇല്ല കേട്ടോ, ലൈനിങ് അറ്റാച്ച്ഡ് അല്ല സ്ലീവിന്. അത് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓവറോൾ ലൈനിങ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഈ ഒരു ലൈനിങ്ങിൻ്റെ അതേ ഒരു മെറ്റീരിയൽ തന്നെയാണ്. നല്ല ക്വാളിറ്റി, പക്ക പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. 10/10 കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. സ്ലീവ് കണ്ടില്ല, നല്ല വർക്ക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്ക്സും കാര്യങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നല്ല അടിപൊളി ക്വാളിറ്റിയിൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. പിന്നെ ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത്.
നല്ല വിഡ്ത്തും ലെങ്ത്തൊക്കെ ഉള്ളൊരു ബോട്ടാണ്. അതുപോലെ തന്നെ മെറ്റീരിയൽ ആയിക്കോട്ടെ നല്ല സൂപ്പർ ക്വാളിറ്റിയാണ്. പിന്നെ ഇതാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ദുപ്പട്ടയാണ്. ദുപ്പട്ട വന്നിട്ടുള്ളത് ആ ഒരു സെയിം മെറ്റീരിയൽ ഓർഗൻസയിൽ തന്നെയാണ്, സോഫ്റ്റ് ഓർഗൻസയാണ്. അതിലിതുപോലെ തന്നെ ഡീറ്റെയിലിംഗ് പോകുന്നുണ്ട്. നെക്സ്റ്റ് ഇതാ ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സാണ് കേട്ടോ. ബ്ലാക്ക് ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല. അപ്പം ഇത് വന്നിട്ട് എനിക്ക് ഒരു 400 സംതിങ്ങിനാണ് കിട്ടിയിട്ടുള്ളത്. മെറ്റീരിയലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വർക്ക്സ് കണ്ടിട്ട് ആണ് ഞാനിത് എടുത്തിട്ടുള്ളത്. വർക്ക്സ് നല്ല പക്ക ഫിനിഷിങ്ങോട് കൂടിയിട്ട് നല്ല അടിപൊളി വർക്ക്സും കാര്യങ്ങളാണ്. ഇത് സെയിം തന്നെ ഞാൻ ഇതുപോലെ തന്നെ കോഴിക്കോട് SM സ്ട്രീറ്റ് പോയപ്പോൾ കണ്ടിരുന്നു ഒരു അവിടെ ഡിസ്പ്ലേ വെച്ചത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിന് അന്ന് അവർ നല്ല റേറ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമുക്ക് 400 സംതിങ്ങിന് ഇത് മീഷോയിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഫോക്സ് ജോർജറ്റാണ്. അതിൽ നല്ല ജെറ്റ് ബ്ലാക്ക് തന്നെയാണ്, നല്ല അടിപൊളി ബ്ലാക്കാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടം വരുന്നതാണ്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ടാണ് എനിക്ക് ഇതിൽ ഇഷ്ടമാവാതിരുന്നത്. ദുപ്പട്ട നമുക്ക് എല്ലാവരുടെ അടുത്തും പ്ലെയിൻ ബ്ലാക്ക്സ് എല്ലാവരുടെ അടുത്തും ഉള്ളത് തന്നെയാണ്, ഓവറോൾ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. അതുപോലെ തന്നെ ബ്ലാക്ക് ആണല്ലോ, അപ്പോൾ ബോട്ടമൊക്കെ എല്ലാവരുടെ അടുത്തും ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ എന്തായാലും അതിലേക്ക് മാച്ചായിട്ട് 400 അല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വേർത്തായിട്ടുള്ളൊരു ബൈയിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ മസ്റ്റ് ബൈ ആണെന്ന് തന്നെ പറയുള്ളൂ. അപ്പം ഞാനിതിൻ്റെ ദുപ്പട്ട മാറ്റിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിലുള്ള ഒരു ദുപ്പട്ടയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇഷ്ടമായിച്ചാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബായ്, അസ്സലാമു അലൈക്കും.